യേശുക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസവും നേരുന്നു. കൂടുതൽ ആരോഗ്യത്തിലേക്ക് വളരാനുള്ള പരിശ്രമ പഠന പദ്ധതികളിലൂടെയാണ് നമ്മളുടെ യാത്ര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മനോഹരമായ ഒരു വെജിറ്റബിൾ സാലഡും അതിന് പറ്റിയ ഒരു ജ്യൂസും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കാവുന്ന ഒരു സാലഡും ഒരു ജ്യൂസും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെജിറ്റബിൾ സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കുക്കുംബർ അരിഞ്ഞെടുക്കും, തക്കാളി, ഇച്ചിരി സവോള, എന്നിട്ട് ഇച്ചിരി നാരങ്ങാന്തീരമൊക്കെ പിഴിഞ്ഞൊഴിച്ചൊരു സാലഡാക്കും. ഇന്ന് അതിനേക്കാളൊക്കെ വളരെ രുചികരവും വ്യത്യസ്തവുമായ ഒരു സാലഡാണ് നമ്മൾ ഉണ്ടാക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിമുത്തളാണ്. കരിമുത്തൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണോ എന്നറിയില്ല. ഇനി കരിമുത്തൽ ഇല്ലാത്തവർക്ക്, വീട്ടിലത് കിട്ടാത്തവർക്ക് കൊടകൻ എന്ന് പറയുന്ന ഇല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ പറമ്പിൽ ധാരാളമുള്ളതാണ് ഈ കൊടകൻ. അപ്പം കരിമുത്തിലുള്ളവർ അത് അരിഞ്ഞ് എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ അരിഞ്ഞെടുക്കുക. കൊടകനും അരിഞ്ഞെടുക്കുക. കരിമുത്തിലില്ലാത്തവർക്ക് കൊടകൻ അരിഞ്ഞെടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഏകദേശ ഷേപ്പുണ്ട്. നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കൊച്ചു കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തിക്കും ബുദ്ധി വളരാനൊക്കെയുള്ള നല്ല ഒരു ഔഷധം കൂടിയാണ് ഈ കരിമുത്തിലും കുടകനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കാം എന്ന് നമ്മൾ നോക്കുകയാണ്. അതിന് വേണ്ട മറ്റ് കാര്യങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കണം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം, കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞത് വേണം, ചെറുപയർ മുളപ്പിച്ചത് വേണം, ക്യാരറ്റ്, ചെറിയ ഉള്ളി, നാരങ്ങാ നീര്, തേങ്ങ ചുരണ്ടിയത്, ഉപ്പ് പാകത്തിന്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സാലഡ്, അത്രയും രുചികരമായ സാലഡ്. പ്രത്യേകിച്ച് ഇലയൊക്കെ ആകുമ്പം നിങ്ങൾ വിചാരിക്കുമോ ഇതിനെങ്ങനെയായിരിക്കും, കയ്പ്പായിരിക്കുമോ, ചവർപ്പുണ്ടാകുമോ, കുട്ടികളൊക്കെ ഇത് കഴിക്കുമോ? ഇത് ഒന്ന് പാകപ്പെടുത്തി നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. അവരെ വളരെ ആവേശത്തോടെ താല്പര്യത്തോടെ കഴിക്കുന്നത് കാണാം. ഇനി നമ്മളിത് എങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുന്നു എന്ന് നോക്കുക. കരിമുത്തൽ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ എടുക്കുന്നു. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നു. തക്കാളി, ചെറുപയർ മുളപ്പിച്ചത്, കുക്കുംബർ, ക്യാരറ്റ്, ഒരു നാരങ്ങ ചെറുതായിട്ട്, നാരങ്ങ പകുതി, ഒരു നാരങ്ങ മുറിച്ചത് പിഴിഞ്ഞൊഴിക്കുന്നു. ഒരു നാരങ്ങയുടെ പകുതി മതിയാവും. തേങ്ങ ചുരണ്ടിയത്, നമ്മൾ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമി സാലഡ് റെഡിയാക്കണം. നന്നായിട്ട് തിരുമണം. ഒരു അല്പം സമയമെടുത്ത് തിരുമണം. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് പോകുന്ന രീതി മാറ്റിയിട്ട് നന്നായിട്ട് ഇതുപോലെ തിരുമി റെഡിയാക്കണം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ മനോഹരമായ രുചികരമായ സാലഡ് റെഡിയാക്കി. ഇതോടൊപ്പം ഈ സാലഡിനോടൊപ്പം കുടിക്കാനുള്ള ഒരു ജ്യൂസ് കൂടെ നമ്മൾ തയ്യാറാക്കുകയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ജ്യൂസാണ്, നെല്ലിക്ക ജ്യൂസ്. പക്ഷേ അതിനോടൊപ്പം ചേർക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇഞ്ചിയും കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി ചേർക്കണമെന്നില്ല, കുരുമുളകായിട്ട് ചേർത്താലും മതി. കാരണം നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ ഇട്ട് അരിച്ച് എടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സിയിലിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കണം, എന്നിട്ട് അരിച്ച് എടുക്കണം. ഒരാൾക്ക് ഒരു 5 നെല്ലിക്ക, 4 അല്ലെങ്കിൽ 5 നെല്ലിക്ക വരത്തക്ക രീതിയിൽ വേണം നിങ്ങൾ ജ്യൂസ് തയ്യാറാക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് ചേർക്കാൻ പാടില്ല. ഈ കോവിഡിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ചവർക്ക് ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ നല്ല ഒരു ഔഷധം കൂടിയാണ് ഈ കുരുമുളകും ഇഞ്ചിയും ചേർത്ത നെല്ലിക്ക ജ്യൂസ്.
ഇനി ഇത് നമ്മൾ എങ്ങനെ അത് രൂപപ്പെടുത്തിയെടുക്കുന്നു എന്ന് നോക്കാം. വളരെ ലളിതമാണ്. മിക്സിക്കകത്ത് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം അരിച്ച് ഉപയോഗിക്കുക. വെള്ളം ചേർത്ത് മിക്സിക്കകത്തിട്ട് അടിക്കണം. കുരുമുളക് പൊടി ചേർക്കാം. ഇഞ്ചിയും ചേർക്കുക. വെള്ളം ഒഴിക്കുക. നെല്ലിക്കായും ഇഞ്ചിയും കുരുമുളകും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചു. ഇനി അത് അരിച്ച് എടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ഇളക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ മുഴുവൻ എസൻസും കിട്ടും. നമ്മുടെ ജ്യൂസ് റെഡിയായി. കുടിക്കാനായി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, സാലഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ആദ്യം നിങ്ങൾ ജ്യൂസ് കുടിക്കണം. അതിനുശേഷം സാലഡ് കഴിക്കണം. അതിനുശേഷം ഒരു പഴം കൂടി കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് പൂർണ്ണമായി. ഇത് എല്ലാ ദിവസവും ഇതുപോലെ ഉണ്ടാക്കണമെന്നും കഴിക്കണമെന്നും ഞാൻ പറയില്ല. പക്ഷേ ആഴ്ചയിൽ ഒന്നെങ്കിലും ഈ ഒരു രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്, വളരെ സാത്വികമായ ഭക്ഷണം നിങ്ങൾ ശീലിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും മനസ്സിനുമൊക്കെ ഏറെ ഉപകാരപ്രദമായിരിക്കും. കുട്ടികളെയൊക്കെ ഈ രീതിയിലുള്ള ഒരു ഭക്ഷണശീലം പരിശീലിപ്പിച്ചാൽ അതേറെ നല്ലതായിരിക്കും. ആരോഗ്യത്തിലേക്ക്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ആത്മീയതയിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കിത് രുചികരമായി തീരുന്നുവെങ്കിൽ അത് സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അയച്ചു കൊടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. അങ്ങനെ നമുക്കൊരുമിച്ച് ആരോഗ്യത്തിൻ്റെ ആത്മീയതയിലേക്ക് യാത്ര ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.